Hello everyone, welcome to Computer Science. Our subject is Android programming and topic Android resources. So this is part 2 video of Android resources. In part 1 we have discussed about string resources. So in this video we will be discussing about color, image, layout resources and also about resource reference syntax. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ലേഔട്ട് റിസോഴ്സ്. അപ്പോൾ സ്ട്രിങ് റിസോഴ്സസും അതിൻ്റെ ടൈപ്പും 3 ടൈപ്പ് സ്ട്രിങ് റിസോഴ്സസ് ഉണ്ട്. സ്ട്രിങ് അറേ, പ്ലൂറൽസ്, അത്രയും പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം ഇനിയുള്ളത് കുറച്ച് ടൈപ്സ് ഓഫ് റിസോഴ്സസ് ആണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തേതാണ് ലേഔട്ട് റിസോഴ്സ്. ലേഔട്ട് റിസോഴ്സസ് പറയുമ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ലേഔട്ട് റിസോഴ്സിലാണ് നമ്മളുടെ മെയിൻ XML ഫയൽ കിടക്കുന്നത്, ആക്ടിവിറ്റി XML ഫയൽ കിടക്കുന്നത്. അതായത് നമ്മളുടെ ഡിസൈൻ പേജ്, നമുക്ക് യൂസർ ഇൻ്റർഫേസിൻ്റെ ഡിസൈൻ പേജുള്ള ഡിസൈൻ ചെയ്യുന്നത് XML-ലാണ്. ആ ഫയൽ സ്റ്റോർ ചെയ്യുന്നത് ലേഔട്ട് റിസോഴ്സിലാണ്. അപ്പം നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ദിസ് ലേഔട്ട് റിസോഴ്സ് ഡിഫൈൻസ് ദ ആർക്കിടെക്ചർ ഫോർ ദ UI ഇൻ ആൻ ആക്ടിവിറ്റി ഓർ എ കമ്പോണൻറ്റ് ഓഫ് എ UI. ഇപ്പോൾ യൂസർ ഇൻ്റർഫേസിൻ്റെ ആർക്കിടെക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേഔട്ട് റിസോഴ്സസ്. ആൻഡ് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ റിസോഴ്സ് ലേഔട്ട് ഫയൽ നെയിം ഡോട്ട് XML. res/layout/filename.xml എന്നാണ് ഇരിക്കുന്നുണ്ടാവുക ലൊക്കേഷൻ. In Android, the view for a screen is often loaded from an XML file as a resource. ഒരു പെർട്ടിക്കുലർ സ്ക്രീൻ വരുന്നത് എങ്ങനെയാണ്? XML-ന്ന് ലോഡ് ചെയ്യാണ് ചെയ്യാറ്. And this XML files are called layout resources. Then let's look the syntax. XML version എന്നൊക്കെ അറിയാം അല്ലേ? ഫസ്റ്റ് ലൈൻ ഷുഡ് ബി ദിസ് വേർഷൻ ആൻഡ് എൻകോഡിങ്. ദെൻ പിന്നെ വേർഷൻ കഴിഞ്ഞ് വരുന്നത് ലേഔട്ട് ഫയലിലെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വ്യൂ ഗ്രൂപ്പ് ആയിരിക്കും. വ്യൂ ഗ്രൂപ്പ് ഇതാ ഇവിടെ വരെയാണ് ഈ വ്യൂ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഇത് സിൻടാക്സ് ആണ് കേട്ടോ. ഇതിനൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലൈക്ക് ലേഔട്ട്സ് ഞാൻ മുന്നേ പറയാറുണ്ട്. അതായത് റിലേറ്റീവ് ലേഔട്ട്, ലീനിയർ ലേഔട്ട്, കൺസ്ട്രെയിൻ ലേഔട്ട്. ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ സ്റ്റുഡിയോയിൽ കൺസ്ട്രെയിൻ ലേഔട്ടാണ് കാണാറ്. നമ്മൾ കൂടുതലും റിലേറ്റീവ് ലേഔട്ടാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ആ ഒരു ലേഔട്ട് അതിനെയാണ് ഈ വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഓരോ ലേഔട്ടിനും അതിൻ്റെ XML നെയിം സ്പേസ് ഉണ്ടായിരിക്കും. സോ XML നെയിം സ്പേസ് ഇതാണ് ആൻഡ്രോയിഡ് http schemas.android.com/apk/resource/android. എല്ലാത്തിൻ്റെയും ആൻഡ്രോയിഡ് XML നെയിം സ്പേസ് ഇങ്ങനെയായിരിക്കും. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസോഴ്സിന് ഒരു ID കൊടുക്കണം. അപ്പോൾ ആ ID ആണിത്, ആൻഡ്രോയിഡ് :ID. ID =@ അല്ലെങ്കിൽ പ്ലസ് പാക്കേജ്, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. ദെൻ ID ഉണ്ടാവാം, റിസോഴ്സ് നെയിം ഉണ്ടാവാം. ഇതൊന്ന് നോക്കി പോയാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ആൻഡ് അതുപോലെ തന്നെ ഓരോ റിസോഴ്സിനും നിർബന്ധമായിട്ടും വേണ്ട 2 പാരാമീറ്റേഴ്സ് ആണിത്. ആൻഡ്രോയിഡ് ലേഔട്ട് ഹൈറ്റ്, ലേഔട്ട് വിഡ്ത്ത്. ഈ 2 പാരാമീറ്റേഴ്സും എന്തായാലും നിർബന്ധമായിട്ടും വേണ്ടതാണ്. അപ്പോൾ ലേഔട്ട് ഹൈറ്റ് നമുക്ക് 3 തരത്തിൽ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ഡൈമെൻഷൻ കൊടുക്കാം, അതല്ലെങ്കിൽ മാച്ച് പാരന്റ് എന്നുള്ള കീവേഡ് കൊടുക്കാം, അതല്ല റാപ്പ് കണ്ടന്റ് എന്നുള്ള കീവേഡ് കൊടുക്കാം. ഇതിലേതെങ്കിലും ഒരു കീവേഡാണ് ആൻഡ്രോയിഡ് ലേഔട്ട് ഹൈറ്റിന് കൊടുക്കുന്നത്. ലേഔട്ട് വിഡ്ത്തും അതുപോലെ തന്നെയാണ്. നമുക്ക് ഡൈമെൻഷൻ നേരിട്ട് സ്പെസിഫൈ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ മാച്ച് പാരന്റ്, റാപ്പ് കണ്ടന്റ്. അപ്പോൾ ഈ അണ്ടർസ്കോർ നോക്കണം കേട്ടോ, അത് വേണ്ടതാണ്. അപ്പോൾ മാച്ച് പാരന്റ് എന്നോ റാപ്പ് കണ്ടന്റ് എന്നോ ഉള്ള ആട്രിബ്യൂട്ട് വാല്യൂസ്, പാരാമീറ്റർ വാല്യൂസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലേഔട്ട് നല്ല XML ഫയലാണ് പറയുന്നത്. ലേഔട്ട് ഫയലിൻ്റെ ഫസ്റ്റ് ലൈൻ ഷുഡ് ബി, ഫസ്റ്റ് ടാഗ് ഷുഡ് ബി ദിസ് XML വേർഷൻ ആൻഡ് ദിസ് നെക്സ്റ്റ് tag will be the view group, like that is a relative layout or linear layout, something like that. And അതിൻ്റെ പാരാമീറ്റേഴ്സ് ആണ് ഒരു XML നെയിം സ്പേസ് ഉണ്ടാവും, ദെൻ ID ഉണ്ടാവണം, ലേഔട്ട് ഹൈറ്റ്, ലേഔട്ട് വിഡ്ത്ത്. ഇനി അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട കണ്ടൻസ് പറയാം. വ്യൂ ഗ്രൂപ്പ് സ്പെസിഫിക് ആട്രിബ്യൂട്ട്സ്. ഇതൊന്നും കൂടാണ്ട് ചിലപ്പോൾ ഓരോ വ്യൂ ഗ്രൂപ്പിനും അനുസരിച്ച്, ഇപ്പോൾ കൺസ്ട്രെയിൻ ലേഔട്ട് ആണെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ കൂടുതലുണ്ടാവും, ലീനിയർ ലേഔട്ടിന് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ആട്രിബ്യൂട്ടിനെയും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ, ഓരോ ലേഔട്ടിന് സ്പെസിഫിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം കേട്ടോ. ദെൻ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ വ്യൂ വരുന്നത്. വ്യൂ എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ഒരു ടെക്സ്റ്റ് വ്യൂവോ ഒരു ബട്ടണോ അല്ലെങ്കിൽ ഒരു കോംബോ ബോക്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പം അതിന് ജനറൽ ആയിട്ട് പറയുന്നതാണ് വ്യൂ എന്നുള്ള ടേം. ആൻഡ് ഒരു വ്യൂക്ക് വേണ്ട പാരാമീറ്റേഴ്സ് ഇതുപോലെ തന്നെ. ആദ്യം വേണ്ടത് ID ആണ് വേണ്ടത്. ഒരു പെർട്ടിക്കുലർ ID സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് ലേഔട്ട് ഹൈറ്റ് ഉണ്ടാവും, അതിന് ഇതുപോലെ തന്നെ വാല്യൂസ് ഡൈമെൻഷൻ തന്നെ കൊടുക്കാം, മാച്ച് പാരന്റോ റാപ്പ് കണ്ടന്റോ കൊടുക്കാം.
ലേഔട്ട് വിഡ്ത്ത് ഇതുപോലെ തന്നെ. ഇപ്പോൾ ഒരു വ്യൂവിനും വേണ്ടത് ഇതൊക്കെ തന്നെയാണ്. ഐ ഡി എക്സ് എം എൽ നെയിം സ്പേസ് വേണ്ട കേട്ടോ. എക്സ് എം എൽ നെയിം സ്പേസ് ലേഔട്ടിന് മാത്രം മതി, വ്യൂ ഗ്രൂപ്പിന് മാത്രം മതി. ആൻഡ് വ്യൂവിന് വേണ്ടത് ഐ ഡി, ഹൈറ്റ്, വിഡ്ത്ത്, വ്യൂ സ്പെസിഫിക് ആട്രിബ്യൂട്ട്സ്. ഓരോ വ്യൂവിനും സ്പെസിഫിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതും. വ്യൂ ക്ലോസ് ചെയ്തു, വ്യൂ ഗ്രൂപ്പ് ക്ലോസ് ചെയ്തു. സോ ഇതാണ് എക്സ് എം എൽ നെയിം സ്പേസിൻ്റെ ജനറൽ ഫോമാറ്റ്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റൂട്ട് എലമെന്റ്. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എക്സ് എം എൽ നെയിം സ്പേസ് ആൻഡ്രോയിഡ് ആട്രിബ്യൂട്ട് വിത്ത് ആൻഡ്രോയിഡ് നെയിം സ്പേസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഡിഫറെൻറ്റ് വ്യൂ ഗ്രൂപ്പ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ലേഔട്ട്സ് ആണ്. ലീനിയർ ലേഔട്ട്, റിലേറ്റീവ് ലേഔട്ട്, ഫ്രെയിം ലേഔട്ട്, ഇതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. Then individual UI component, generally referred to as a widget, can be defined using view. അപ്പോൾ ഇൻഡിവിജ്വൽ യു ഐ കമ്പോണൻറ്റ്, അതായത് ഒരു ബട്ടണോ ഒരു ടെക്സ്റ്റ് വ്യൂ എഡിറ്റ് ടെക്സ്റ്റോ ലിസ്റ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ആ ഇൻഡിവിജ്വൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ വ്യൂ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഇത്. XML വേർഷൻ 1.0 എൻകോഡിംഗ് UTF-8. നെക്സ്റ്റ് ലീനിയർ ലേഔട്ട്, അതായത് വ്യൂ ഗ്രൂപ്പിൻ്റെ സ്ഥലത്ത് ലീനിയർ ലേഔട്ട്. ഇത് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടൊരു ആട്രിബ്യൂട്ടാണ് XML നെയിം സ്പേസ്. ആൻഡ്രോയിഡ് schema.android.com APK ആൻഡ്രോയിഡ്. അപ്പോൾ ഇതെല്ലാത്തിനും സെയിം തന്നെയാണ് കേട്ടോ. ദെൻ ഓരോ വ്യൂ സ്പെസിഫിക് ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ലീനിയർ ലേഔട്ട് സ്പെസിഫിക് ആയിട്ടുള്ളതാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓറിയൻറ്റേഷൻ വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ കൊടുക്കണം. പിന്നെ നിർബന്ധമായിട്ട് എല്ലാവർക്കും വേണ്ട ലേഔട്ട് വിഡ്ത്തും ലേഔട്ട് ഹൈറ്റും. അപ്പം നമ്മൾ ഈ ലേഔട്ട്സിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് മോഡ്യൂളിൽ. അപ്പം നമ്മൾ ഈ ഓരോ ലേഔട്ടും അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ അപ്പം പറയാം. അപ്പം ഇത് ജനറലി നോക്കി പോയാൽ മതി. ഈ ടെക്സ്റ്റ് വ്യൂ, അപ്പോൾ നമ്മളുടെ വ്യൂ എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ടെക്സ്റ്റ് വ്യൂ ആണ്. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്. സോ അതിന് ഞാനൊരു ID വെച്ചിട്ടുണ്ട്. അപ്പോൾ ID @ID/text. അപ്പോൾ ഈ ഒരു @ID എന്നുള്ള മെത്തേഡ് നമുക്ക് പഠിക്കാം കേട്ടോ. നമ്മളിതിന് വരുന്നുണ്ട്, അപ്പോൾ പഠിക്കും. അപ്പോൾ ആൻഡ്രോയിഡ് ലേഔട്ട്, വിത്ത് റാപ്പ് കണ്ടന്റ്, ഹൈറ്റ് റാപ്പ് കണ്ടന്റ്, അതുപോലെ ടെക്സ്റ്റ് ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. സ്ട്രിങ്ങിൻ്റെ മെത്തേഡാണ് ഇങ്ങനെ @string/hello. അപ്പോൾ ഹലോ എന്നുള്ള ഹലോ വേൾഡ് എന്താണോ നമ്മളുടെ കണ്ടന്റ് അത് സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്തു. ആ സ്ട്രിങ്ങിൻ്റെ പേരാണ് ഹലോ. ദെൻ അതിനെ കോൾ ചെയ്യാനുള്ള മെത്തേഡാണ് ഇത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദെൻ ഒരു ടെക്സ്റ്റ് വ്യൂ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടണിനും ഇതുപോലെ തന്നെ ID ഉണ്ട്, ലേഔട്ട് വിഡ്ത്ത് ഉണ്ട്, ലേഔട്ട് ഹൈറ്റ് ഉണ്ട്, ടെക്സ്റ്റ് ഞാൻ ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, സ്ട്രിങ് ആയിട്ടൊന്നുമല്ല. ഹലോ ഐ എം എ ബട്ടൺ, ഇതാണ് ആ ബട്ടൻ്റെ പേര്. ദെൻ ലീനിയർ ലേഔട്ട് ക്ലോസ് ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് കേട്ടോ ലേഔട്ടിൻ്റെ. അപ്പോൾ ലേഔട്ട് എന്താണെന്ന് പറഞ്ഞു, യൂസർ ഇൻ്റർഫേസ് ഡിസൈനിന് വേണ്ടിയിട്ടാണ് ലേഔട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ റിസോഴ്സ് ലേഔട്ട് ഫയലിലാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസോഴ്സസ് കളർ റിസോഴ്സ്. ഒരു കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മൾ ഹെക്സാഡെസിമലിലാണ് കളേഴ്സ് സ്പെസിഫൈ ചെയ്യുന്നത്. സോ ആ ഒരു ഹെക്സാഡെസിമൽ കളറിന് ഒരു പേര് കൊടുക്കാം. അങ്ങനെയാണ് കളേഴ്സ് എടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ ലാബ് പ്രോഗ്രാമിൻ്റെ എക്സാമ്പിളിലാണ് ലിങ്കിഫൈ ലാബ് പ്രോഗ്രാമിൻ്റെ എക്സാമ്പിളിലാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹൗ ടു സെറ്റ് എ കളർ എന്നുള്ളത്. ഈ കളറിന് ഹെക്സാഡെസിമൽ കോഡ് ആണെന്ന് വെച്ചാലും നമ്മൾ കോഡൊന്നും കൊടുക്കണ്ട, നേരെ കളർ പിക്കർ ഉണ്ട്. കളർ പിക്കറിൽ നിന്ന് നമുക്ക് ഫോണ്ട് കളറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കളർ പിക്കറിൽ നിന്ന് കളർ സെലക്ട് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ കോഡൊക്കെ ഓട്ടോമാറ്റിക്കലി കോഡിലേക്ക് നമ്മളുടെ പ്രോഗ്രാം കോഡിലേക്ക് വന്നോളും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ പിക്ക് ചെയ്യാനെല്ലാം പറ്റും. അപ്പോൾ കളർ റിസോഴ്സ് എന്ന് പറയുന്നത് എ കളർ വാല്യൂ ഡിഫൈൻഡ് ഇൻ XML. ദിസ് ഇസ് ദ കളർ റിസോഴ്സ് ആൻഡ് കളർ ഇസ് സ്പെസിഫൈഡ് വിത്ത് എൻ RGB വാല്യൂ. നോർമലി RGB ആണ്, ചിലപ്പോൾ അത് കൂടാണ്ട് ഒരു ആൽഫ ചാനൽ എക്സ്ട്രാ ഒരു വാല്യൂയും കൂടെയും ഉണ്ടാവാം. വാല്യൂ ഓൾവേസ് ബിഗിൻസ് വിത്ത് ഹാഷ് ആൻഡ് ഫോളോഡ് ബൈ ആൽഫ, റെഡ്, ഗ്രീൻ, ബ്ലൂ ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് റെപ്രസെൻറ്റേഷൻസ് വരിക. ലൈക്ക് RGB മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ARGB ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വാല്യൂവിന് റെപ്രസെൻ്റ് ചെയ്യാൻ 2 ബിറ്റ് വെച്ചിട്ട് RRGGBB, AA, RRGGBB. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്കിത് റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദിസ് ഫയൽ is saved in resource values/colors.xml. അപ്പോൾ colors.xml എന്നുള്ള ഫയലിലായിരിക്കും ഇത് സേവ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. XML വേർഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ റിസോഴ്സിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ റിസോഴ്സസ്. എല്ലാത്തിനും റിസോഴ്സിലാണ് സേവ് ചെയ്യുന്നത് എല്ലാതും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൂട്ട് ടാഗ് വിൽ ബി റിസോഴ്സസ്. അപ്പോൾ റിസോഴ്സിൻ്റെ അകത്ത്
കളറാണ്. നമ്മൾ സ്ട്രിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ടാഗ് നെയിം കളറാണ്. കളർ നെയിം ഇസ് ഈക്വൽ ടു കളർ നെയിം കൊടുക്കുക, പെർട്ടിക്കുലർ നെയിം. ദെൻ ആ കളറിൽ വരുന്ന ഹെക്സാഡെസിമൽ കളർ ഏതാണോ ആ കോഡ് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇതാണ് സിൻടാക്സ്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. കളർ നെയിം ഇസ് ഈക്വൽ ടു അപ്പാക് റെഡ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. #F00. ഞാൻ RGB മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, 3 ബിറ്റ് മാത്രം വെച്ചിട്ട്. ട്രാൻസ്ലൂസൻറ്റ് റെഡ്, ഇത് ഞാൻ 2 GB വെച്ചിട്ട്, അല്ല ആൽഫ ചാനലും 6 GB എല്ലാം കൊടുത്തിട്ടുണ്ട് 2 ബിറ്റ് വെച്ചിട്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നേരത്തെ പോലെ ഗെറ്റ് സ്ട്രിങ്, ഗെറ്റ് ആരേ അങ്ങനെ എല്ലാത്തിനും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ കളറ് റിട്രീവ് ചെയ്യാനുള്ള കോഡാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതറിയാമല്ലേ, റിസോഴ്സിലേക്കുള്ള ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ RES ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഗെറ്റ് റിസോഴ്സസ് കോൾ ചെയ്തിട്ട്. ദെൻ ഇൻറ്റു കളർ ഇസ് ഈക്വൽ ടു RES ഡോട്ട് ഗെറ്റ് കളർ. സോ ദിസ് ഇസ് എ സിൻടാക്സ്. ഗെറ്റ് സ്ട്രിങ് array, get plurals. So this is the syntax. Get color C is capital കേട്ടോ. Get color of ഇതെന്നാ നോർമൽ R റിസോഴ്സ് കാണിക്കാനാണ്. ഡോട്ട് കളർ ആണ് നമ്മൾ റിസോഴ്സ്, ഡോട്ട് കളറിൻ്റെ നെയിം ഒപ്പാക് റെഡ്. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഈ F00 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. അതിവിടെ ഈ കളറിലേക്ക് എടുക്കും. ഇങ്ങനെയാണ് കളർ റിട്രീവ് ചെയ്യുന്നത്. ആൻഡ് ദ ലേഔട്ട് XML ദാറ്റ് അപ്ലൈസ് കളർ ടു ആൻ ആട്രിബ്യൂട്ട്. ഇപ്പോൾ ഒരു ആട്രിബ്യൂട്ടിന് ഈ കളർ നമ്മൾ എങ്ങനെയാണ് കൊടുക്കാമെന്ന് നോക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി സ്ട്രിങ്ങിൽ, അതായത് നമ്മളുടെ റിസോഴ്സസിൽ ഓരോ കളറും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പാക് റെഡ് എന്ന് വെച്ചാൽ ഈ കളർ, ട്രാൻസ്ലൂസൻറ്റ് റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ, അങ്ങനെ ഞാൻ ഓരോ കളറിനും ഓരോ നെയിമിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് വ്യൂവിന് ഞാൻ കളർ കൊടുക്കാൻ പോകാന്ന് വെച്ചാൽ ലേഔട്ട്, വിത്ത്, ഫിൽപ്പാർ ആൻഡ് റാപ്പ് കണ്ടൻറ്റ് അങ്ങനെ എന്താണെന്ന് കൊടുത്തു. ഇതാണ് ആട്രിബ്യൂട്ട് കേട്ടോ. ആൻഡ്രോയിഡ് ടെക്സ്റ്റ് കളർ എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റ് കളർ എന്നുള്ള ആട്രിബ്യൂട്ടിൽ നമുക്ക് നേരിട്ട് കളർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അത് കൂടാണ്ട് വേണമെങ്കിൽ നമുക്ക് കളർ എന്നുള്ള റിസോഴ്സിൽ കളർ നെയിം സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ കളർ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുമ്പോൾ നേരത്തെ സ്ട്രിങ് കോൾ ചെയ്ത പോലെ തന്നെ ഇതാണ് മെത്തേഡ്. @string/name അതായിരുന്നു അവിടെ എന്ന് വെച്ചാൽ ഇത് @color/കളറിൻ്റെ നെയിം. ഓക്കെ, ടെക്സ്റ്റ് വ്യൂ, ടെക്സ്റ്റ് ഹലോ എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് കേട്ടോ. ആ ടെക്സ്റ്റിനാണ് ഈ കളർ കിട്ടാൻ പോകുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള കളർ കോഡ്, കളർ കോമ്പിനേഷൻസ് നമുക്ക് ഇഷ്ടമുള്ള നെയിംസിൽ നമുക്ക് റിസോഴ്സായിട്ട് സേവ് ചെയ്യാൻ പറ്റും. ആവശ്യത്തിനനുസരിച്ച് അത് യൂസ് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെ യൂസ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ടെക്സ്റ്റ് കളർ എന്നുള്ള ആട്രിബ്യൂട്ടാണ് വെക്കുക. ആൻഡ് ആട്രിബ്യൂട്ടിൽ ഓട്ടോമാറ്റിക്കലി കളർ സെലക്ട് ചെയ്യാൻ കളർ പിക്കറൊക്കെ ഉണ്ടാവും അവിടെ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ നമുക്ക് താല്പര്യമുള്ള നമ്മുടെ രീതിക്ക് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. ആ കളേഴ്സ് യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ യൂസ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇത് @color/color name. Okay, hope the concept is clear. Moving on to the next resources, that is dimension resources. Dimension resource means ഡൈമെൻഷൻസ് നമ്മളിപ്പോൾ മാച്ച് പാരൻറ്റ് അങ്ങനെയൊക്കെ റാപ്പ് കണ്ടൻറ്റ് മാച്ച് പാരൻറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഓരോ ഡൈമെൻഷൻസിനെ കാണിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഡൈമെൻഷൻ സ്പെസിഫൈ ചെയ്യാം. ഇത്ര പിക്സൽ, ഇത്ര DP, SP അങ്ങനെ പല ഇഞ്ച്, അങ്ങനെയൊക്കെ ഓരോന്നാണ് മെഷേഴ്സ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഡൈമെൻഷൻസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൈമെൻഷൻ റിസോഴ്സസ് യൂസ് ചെയ്യുന്നത്. ദേ ക്യാൻ ബി യൂസ് ടു സ്റ്റൈൽ ആൻഡ് ലോക്കലൈസ് ആൻഡ്രോയിഡ് UIs without changing the source code. So without changing the source code, we can style and localize this Android UI using this dimension resource. Dimension is specified with a number followed by unit of measure. അപ്പോൾ നമുക്കറിയാമല്ലോ, എപ്പോഴും നമ്മൾ ഡയമെൻഷൻ അങ്ങനെ തന്നെയാണ്, ഒരു നമ്പർ ഉണ്ടാവും ഫോളോഡ് ബൈ മെഷർ. മീറ്റർ ആണോ, പിക്സൽ ആണോ, ഇഞ്ച് ആണോ, അങ്ങനെ എന്താണോ ആ യൂണിറ്റ് ഓഫ് മെഷർ എന്ന് വെച്ചാൽ അത് കാണിക്കണം. ഇതൊക്കെ ലൈക്ക് 10 പിക്സൽ, 2 ഇഞ്ച്, ഇങ്ങനെയാണ് ഡയമെൻഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. Dimensions can be specified in any of the following units. In Android Studio, these 6 units are used to specify dimension. First one is PX. PX stands for pixel. Next, IN stands for inches. MM stands for millimeter. PT for points. DP for density independent pixels. SP for scale independent pixels. Okay. സോ ഇതിനകത്ത് SP DP ഒക്കെയാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിക്സൽസും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ദിസ് ഡെൻസിറ്റി ഇൻഡിപെൻഡൻറ്റ് പിക്സൽസ് ബേസ്ഡ് ഓൺ എ 160 DPI പിക്സൽ ഡെൻസിറ്റി പെർ ഇൻ സ്ക്രീൻ. 160 DPI സ്ക്രീനിനെ ബേസ് ചെയ്തിട്ടാണ് DP പറയണത്.
ആൻഡ് നോർമലി ഫോൺസിനൊക്കെ യൂസ് ചെയ്യുക നമ്മൾ SP ആണ്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. SP മീൻസ് അത് നോർമലി ഫോൺസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സ്കെയിൽ ഇൻഡിപെൻഡൻറ്റ് പിക്സൽസ് എന്നാണ് SPയുടെ എക്സ്പാൻഷൻ. സ്കെയിൽ ഇൻഡിപെൻഡൻറ്റ് പിക്സൽസ്. ആക്ച്വലി അത് യൂസർ സൈസിങ് നമുക്ക് സൈസ് ചെയ്യാൻ പറ്റും. ഡയമെൻഷൻ ദാറ്റ് അലോ ഫോർ യൂസർ സൈസിങ് ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യൂസ് ഇൻ ഫോൺസ്. സോ ഈ ഒരു 6 ഡയമെൻഷൻസ് നോക്കി വെക്കുക. അതുപോലെ ഈ SP ആൻഡ് DP ഒന്ന് നോട്ട് ചെയ്യുക. ആൻഡ് ഫോൺസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് SP ആണെന്നുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഡയമെൻഷൻ റിസോഴ്സ് നമുക്ക് സിൻടാക്സ് നോക്കാം. റിസോഴ്സസ് റൂട്ട് ടാഗ് ആൻഡ് ദ കീവേഡ് ടാഗ് വേർഡ് ഇസ് ഡൈമൻ. Diamond is the tag word. Diamond name is equal to dimension name. Then ആ പെർട്ടിക്കുലർ ഡയമെൻഷൻ എന്താണോ അത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു ഞാനൊരു 120 SP എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ആൻഡ് ആ 120 SP ആണ് ഇവിടുത്തെ ഡയമണ്ട്. ദെൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പേര് കൊടുക്കുക, ലൈക്ക് വിഡ്ത്തോ ഹൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ നെയിം, ഡയമണ്ട് നെയിം ഇസ് ഈക്വൽ ടു പെർട്ടിക്കുലർ നെയിം, ദെൻ ഫോളോഡ് ബൈ ദാറ്റ് ഡയമെൻഷൻ. ദെൻ ക്ലോസിങ് ദ റിസോഴ്സസ്. ലെറ്റ്സ് ടേക്ക് an example. Resources diamond name is equal to text view height. സോ എൻ്റെ നെയിം ടെക്സ്റ്റ് വ്യൂ ഹൈറ്റ് എന്നാണ്. അതായത് ഇപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് വ്യൂവിന് വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് ഹിയർ ദിസ് ഇസ് ദ ഹൈറ്റ് 25 dp. ഡയമണ്ട് നെയിം ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് വ്യൂ വിഡ്ത്ത്. വിഡ്ത്ത് ഇസ് 150 dp. ദെൻ ഫോൺ സൈസ് ഞാൻ പറഞ്ഞല്ലോ, ഫോൺ സൈസ് ആകുമ്പോൾ നമ്മൾ DPക്ക് പകരം സ്കെയിൽ ഇൻഡിപെൻഡൻറ്റ് പിക്സൽസ് SP ആണ് യൂസ് ചെയ്യുക. 16 SP ആണ് ഫോൺ സൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഓരോന്ന് കഴിയുമ്പോഴും ഡയമണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊക്കെ നോട്ട് ചെയ്യണം. റിസോഴ്സ് ക്ലോസ് ചെയ്തു. സോ ഇത് ഇങ്ങനെയാണ് ഡയമെൻഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. റിസോഴ്സസിൽ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഹൗ ടു യൂസ് ദിസ് ഡയമെൻഷൻ എന്നുള്ളത് നോക്കാം. ബിഫോർ ദാറ്റ് ഹൗ ടു റിട്രീവ് ദിസ് ഡയമെൻഷൻ. കോഡ് ദാറ്റ് റിട്രീവ്സ് എ ഡയമെൻഷൻ. അപ്പോൾ ഗെറ്റ് കളർ ആയിരുന്നു, ഗെറ്റ് സ്ട്രിങ് ആയിരുന്നു. അപ്പോൾ ഡയമെൻഷൻ കിട്ടാൻ എന്തായിരിക്കും? ഗെറ്റ് ഡയമെൻഷൻ ആണ്. ബിഫോർ ദാറ്റ് RES ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗെറ്റ് റിസോഴ്സസ് വെച്ചിട്ട്. ദെൻ ഡയമെൻഷൻ നമ്മൾ ഫ്ലോട്ടിലേക്കാണ് എടുക്കുന്നത്. ഫ്ലോട്ട് ഫോണ്ട് സൈസ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഞാനിപ്പോൾ 3 ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടെക്സ്റ്റ് വ്യൂ ഹൈറ്റ് ഉണ്ട്, ടെക്സ്റ്റ് വ്യൂ വിഡ്ത്ത് ഉണ്ട്, ദെൻ ഫോണ്ട് സൈസ് ഉണ്ട്. ഞാനപ്പോൾ ഫോണ്ട് സൈസിൻ്റെ ഡയമെൻഷനാണ് റിട്രീവ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്ലോട്ട് ഫോണ്ട് സൈസ് ഇസ് ഈക്വൽ ടു RES ഡോട്ട് ഗെറ്റ് ഡയമെൻഷൻ. ഗെറ്റ് ഡയമെൻഷൻ, നോട്ട് ദാറ്റ് ദിസ് D ഇസ് ക്യാപിറ്റൽ. ഗെറ്റ് ഡയമെൻഷൻ ഓഫ്, ദെൻ ആസ് യൂഷ്വൽ R ഡോട്ട്, ദെൻ ഡയമണ്ട് ആണല്ലോ ടാഗ്. സോ ഡയമണ്ട് ഡോട്ട് ആരുടെ റിട്രീവ് ചെയ്യേണ്ട? ഫോണ്ട് സൈസിൻ്റെ ഫോണ്ട് സൈസ്. R ഡോട്ട് ഡയമണ്ട് ഡോട്ട് ഫോണ്ട് സൈസ്. അപ്പോൾ ഈ ഒരു ഫോണ്ട് സൈസിൻ്റെ ഡയമെൻഷൻ അതെന്താ? 16 SP ആണ്. ഈ 16 SP എന്നുള്ളത് ഈ ഒരു ഫോണ്ട് സൈസ് എന്നുള്ള പാരാമീറ്ററിലോട്ട് സ്റ്റോർ ആയിട്ടുണ്ടാവും. സോ ദിസ് ഇസ് ദ മെത്തേഡ്. സോ മെത്തേഡ് യൂസ് ഫോർ റിട്രീവിങ് എ ഡയമെൻഷൻ ഇസ് ഗെറ്റ് ഡയമെൻഷൻ. ദെൻ സിൻടാക്സ് ഇസ് ഗെറ്റ് ഡയമെൻഷൻ ഓഫ് R ഡോട്ട് ഡയമണ്ട് ഡോട്ട് ഫോണ്ട് സൈസ്. നെക്സ്റ്റ് ഇവിടെ ഓൾറെഡി റിസോഴ്സസിൽ ഡയമെൻഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഡയമെൻഷൻസ് ഹൗ ടു അപ്ലൈ ദിസ് ഡയമെൻഷൻ ഇൻ XML. എ ലേഔട്ട് XML ദാറ്റ് അപ്ലൈസ് ഡയമെൻഷൻ ടു ആൻ ആട്രിബ്യൂട്ട്. ടെക്സ്റ്റ് വ്യൂ ഒരു ആട്രിബ്യൂട്ടിന് ഈ ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യാൻ പോവാം. ടെക്സ്റ്റ് വ്യൂ ലേഔട്ട് ഹൈറ്റ്. നോർമലി നമ്മൾ എങ്ങനെയാണ് കൊടുക്കാറ്? ആൻഡ്രോയിഡ് ലേഔട്ട് ഹൈറ്റ് ഇസ് ഈക്വൽ ടു മാച്ച് പാരൻറ്റ് അല്ലെങ്കിൽ റാപ്പ് കണ്ടൻറ്റ്, ഫിൽ പാരൻറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു കീവേഡാണ് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡയമെൻഷൻ ഇപ്പോൾ 16 dp, 125 SP അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിലാണ് ഈ ഒരു റിസോഴ്സസിൽ നമ്മൾ ഓൾറെഡി ഡയമെൻഷൻസ് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് റെഫറൻസ് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ ആൻഡ്രോയിഡ് ലേഔട്ട് ഹൈറ്റ് ഇസ് ഈക്വൽ ടു റെഫറൻസ് എടുക്കുമ്പോൾ എപ്പോഴും വേണ്ടത് @ ആണ്. റിസോഴ്സ് എന്ന് കോൾ ചെയ്യുമ്പം @, ദെൻ ഏത് റിസോഴ്സാണ്? ഡയമണ്ട് റിസോഴ്സ് ആണ്. സോ @diamond സ്ലാഷ് ആരെയാണ് വേണ്ടത്? ടെക്സ്റ്റ് വ്യൂവിനല്ലേ? ടെക്സ്റ്റ് വ്യൂവിന് ഞാൻ ഈ ടെക്സ്റ്റ് വ്യൂ ഹൈറ്റ് ആണ് എനിക്ക് കിട്ടേണ്ടത്. സോ സ്ലാഷ് ടെക്സ്റ്റ് വ്യൂ ഹൈറ്റ്, അത് കിട്ടി. ദെൻ ലേഔട്ട് വിഡ്ത്തിന് ഈ ടെക്സ്റ്റ് വ്യൂ വിഡ്ത്ത് ആണ് കിട്ടേണ്ടത്. അപ്പോൾ എങ്ങനെ വരണം? @diamond സ്ലാഷ് ടെക്സ്റ്റ് വ്യൂ വിഡ്ത്ത്. ഇനി ഫോണ്ട് സൈസ് കിട്ടണമെങ്കിലോ @diamond സ്ലാഷ് ഫോണ്ട് സൈസ്. അത്രയേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് XML നമ്മൾ ഈ ഒരു ഡയമെൻഷൻ അപ്ലൈ ചെയ്യുന്നത് ഫ്രം ദിസ് റിസോഴ്സ്. സോ ദിസ് ഇസ് അബൌട്ട് ദ ഡയമെൻഷൻ റിസോഴ്സ്. Diamond is the keyword, and this get dimension is the code that retrieves a dimension, and this is how we apply the dimension to an attribute. Hope the concept is clear. Next one is the image resource. എന്തായാലും സ്റ്റുഡിയോയിൽ നമുക്ക് ഒരു പ്രോജക്റ്റ് വരുമ്പം ഇമേജസ് എല്ലാം വേണ്ടി വരും. ആൻഡ് ഇമേജസ് സ്റ്റോർ ചെയ്യുന്നത് ഡ്രോവബിളിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇമേജ് റിസോഴ്സസ് മീൻസ്
A drawable resource or an image resource is a general concept for a graphic that can be drawn to the screen. It can be retrieved using get drawable. അപ്പോൾ ഈ ഇമേജ് നമുക്ക് റിട്രീവ് ചെയ്യണമെങ്കിൽ get drawable എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ആൻഡ് ദിസ് ഇമേജ് ഫയൽസ് ആർ പ്ലേസ്ഡ് ഇൻ റിസോഴ്സ് ഡ്രോവബിൾ സബ് ഡയറക്ടറി. അപ്പോൾ അതും അറിയാമല്ലേ, നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായി റിസോഴ്സിൽ ഡ്രോവബിളിലാണ് ആ ഇമേജ് കൊണ്ടുപോയി സേവ് ചെയ്യുന്നത്. ആൻഡ് ദി സപ്പോർട്ടഡ് ഇമേജ് ടൈപ്സ് ഇൻക്ലൂഡ് .gif, .jpg, png, അങ്ങനെ ഈ മെത്തേഡ്സ് ഈ ഫോമാറ്റ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഇനി അതിൻ്റെ ടാഗാണ് ഇമേജ് വ്യൂ എന്നാണ് ആ ടാഗിൻ്റെ പേര് കേട്ടോ. ഇമേജ് വ്യൂ എന്നുള്ള ടാഗ് വെച്ചാലാണ് ഒരു ഇമേജ് വരുന്നത്. ഐയും വിയും ക്യാപിറ്റലാണ് കേട്ടോ. ഇമേജ് വ്യൂ, ആൻഡ്രോയിഡ് ലേഔട്ട് ഹൈറ്റ് ഞാൻ റാപ്പ് കണ്ടന്റ് കൊടുത്തു, വിത്ത് റാപ്പ് കണ്ടന്റ് കൊടുത്തു, ആൻഡ് സോഴ്സ് SRC. ഇതാണ് നോക്കാനുള്ളത്. അതായത് നമുക്ക് ഒരു ഇമേജ് ഒരു ആപ്പിൽ ഒരു ഇമേജ് കൊണ്ടുവരണം. അപ്പോൾ ഇമേജ് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സേവ് ദാറ്റ് ഇമേജ് ഇൻ ദിസ് ഡ്രോവബിൾ ഡയറക്ടറി, റിസോഴ്സസ് ഡ്രോവബിൾ സബ് ഡയറക്ടറി. ദ സപ്പോർട്ടഡ് ഇമേജ് ടൈപ്സ് ആർ GIF, JPG, PNG, etc. നെക്സ്റ്റ് എന്ത് വേണം, ഈ ഒരു ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഇമേജ് കൊണ്ടുവരേണ്ടത്. ഇമേജ് വ്യൂ എന്നാണ് ടാഗ്. ആൻഡ് ഇമേജ് വ്യൂവിൽ സോഴ്സ് SRC എന്നുള്ള പാരാമീറ്ററാണ് വേണ്ടത്. SRC പാരാമീറ്ററിലാണ് ഈ പെർട്ടിക്കുലർ ഇമേജിനെ ഫെച്ച് ചെയ്യുക. സോ @drawable/ സേവ് ചെയ്ത ഇമേജിൻ്റെ പേര് മൈ ഇമേജ് എന്നാണ് ഇപ്പം ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ. കോഡ് ദാറ്റ് റിട്രീവ്സ് ആൻ ഇമേജ്. റിട്രീവ് ചെയ്യാൻ എന്താ വേണ്ടത്? ഗെറ്റ് ഡ്രോവബിൾ ആണ് നമ്മളുടെ കോഡ്. അപ്പോൾ ആസ് യൂഷ്വൽ റിസോഴ്സിൻ്റെ ഒബ്ജക്റ്റ് എടുത്തു, ദെൻ ആ റിട്രീവ് ചെയ്യുന്ന കോഡ് സ്റ്റോർ ചെയ്യാനുള്ള നെയിമാണ് ഈ ഡ്രോവബിൾ. അതിൻ്റെ ടൈപ്പും നമുക്ക് ഒരിക്കലും ഇതൊരു ഇമേജാണ്, അതിനൊരു ഇൻഡോ ഫ്ലോട്ടോ സ്ട്രിങ്ങോ ഒന്നും ടൈപ്പ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ടൈപ്പാണ് ഇവിടെ ഡ്രോവബിൾ തന്നെയാണ് ടൈപ്പ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഡ്രോവബിളിലെ പേര് ഡ്രോവബിൾ, ദെൻ അതിലോട്ട് നമ്മൾ ആ പെർട്ടിക്കുലർ ഇമേജിനെ ഫെച്ച് ചെയ്ത് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. റിസോഴ്സ് ഡോട്ട് ഗെറ്റ് ഡ്രോവബിൾ ഓഫ് r.drawable.image name my image. ദിസ് ഈസ് ദ ഇമേജ് റിസോഴ്സ്. അപ്പോൾ ഇത്രയാണ് റിസോഴ്സസ് ഉള്ളത്. നമ്മൾ എന്തൊക്കെ നോക്കി? ലേഔട്ട് റിസോഴ്സ് നോക്കി, കളർ നോക്കി, ഡയമെൻഷൻ നോക്കി, ഇമേജ് നോക്കി. എൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ സ്ട്രിങ്സിൻ്റെ കാറ്റഗറീസ് നോക്കി. അപ്പോൾ ഓൾമോസ്റ്റ് റിസോഴ്സസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ദ റിസോഴ്സ് റെഫറൻസ് സിൻടാക്സ്. Regardless of the type of resource, all Android resources are identified by their ID in Java. Source code. സോ നമ്മൾ കുറേ റിസോഴ്സസിനെ @ വെച്ചിട്ട് കോൾ ചെയ്തത് കണ്ടതല്ലേ. അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ റിസോഴ്സ് റെഫറൻസ് സിൻടാക്സിൽ പറയാനുള്ളത്. The syntax that is used to allocate an ID to a resource in the XML file is called resource reference syntax. The syntax is not limited to allocating just ID. It is a way to identify any resource such as string, layout, file or an image. അപ്പോൾ ജസ്റ്റ് ഒരു റിസോഴ്സിന് ഒരു ID അലോക്കേറ്റ് ചെയ്യൽ മാത്രമല്ല, നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടിയിട്ടാണ് ഇത്. ദിസ് റിസോഴ്സ് റെഫറൻസ് സിൻടാക്സ് ഹാസ് ദ ഫോളോവിങ് ഫോർമൽ സ്ട്രക്ചർ. ഇതാണ് സ്ട്രക്ചർ. അപ്പോൾ ഈ @ നമുക്ക് കണ്ടു പരിചയമുണ്ട്. @ ദെൻ പാക്കേജ് നെയിം, ജാവ പാക്കേജ്, ആൻഡ്രോയിഡ് പാക്കേജ് നെയിം കൊടുക്കാം, ദെൻ ടൈപ്പ് കൊടുക്കാം, / ആ പെർട്ടിക്കുലർ റിസോഴ്സിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ടൈപ്പ് കറസ്പോണ്ട്സ് ടു വൺ ഓഫ് ദ റിസോഴ്സ് ടൈപ്പ് നെയിം സ്പേസസ് അവൈലബിൾ ഇൻ r.java. ഏതൊക്കെയാണ് ആ നെയിം സ്പേസസ് നമുക്കറിയാം. ഈ ടൈപ്പിൽ വരുന്നത് ഡ്രോവബിൾ, r.drawable ആയിരിക്കാം, r.id ആയിരിക്കാം, r.layout, r.string, r.attribute, r.plural, r.array, അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ആയിരിക്കാം ടൈപ്പിൽ വരിക. ദെൻ നെയിം എന്ന് പറയുന്നത് എന്താ? ആ റിസോഴ്സ് is a name given to the resource. ആ ഒരു പെർട്ടിക്കുലർ റിസോഴ്സിന് നമ്മൾ കൊടുത്തിട്ടുള്ള പേരാണ് അവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ഇഫ് യു ഡോണ്ട് സ്പെസിഫൈ എനി പാക്കേജ് ഇൻ ദ സിൻടാക്സ്. ഇപ്പോൾ ഈ പാക്കേജ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ ദ നോർമൽ ലോക്കൽ പാക്കേജ് r.java എന്നുള്ള പാക്കേജാണ് ലോക്കൽ പാക്കേജ്, അതാണ് എടുക്കുക. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഏതെങ്കിലും പാക്കേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാക്കേജിൽ പോയി നോക്കും, അതല്ലെങ്കിൽ നോർമൽ ലോക്കൽ പാക്കേജാണ് നോക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, യു ക്യാൻ യൂസ് എനി ജാവ പാക്കേജ് നെയിം ഇൻ ദ പ്ലേസ് ഓഫ് ദാറ്റ് പാക്കേജ്. ആൻഡ് ഒരു എക്സാമ്പിൾ അപ്പോൾ ഇങ്ങനെയാണ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ടെക്സ്റ്റ് വ്യൂ ആൻഡ്രോയിഡ് ID is equal to @ID /text1. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഒരു പ്ലസ് കൂടി വന്നിട്ടുണ്ട്. @ വേണം, അത് കഴിഞ്ഞാൽ പാക്കേജ് വേണം, ദെൻ ടൈപ്പ് വേണം, /നെയിം വേണം. @ ഉണ്ട്, പാക്കേജ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും? ലോക്കൽ പാക്കേജ് തന്നെയാണ് എടുക്കുന്നത്.
ദെൻ ടൈപ്പിലാണ് ഇവിടെ ഐ ഡി ഉള്ളത്, ഐ ഡി ആണ് ടൈപ്പ്, സ്ലാഷ് നെയിം എന്താ ടെക്സ്റ്റ് 1 ആണ് നെയിം വരുന്നത്. ആൻഡ് ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ട്. ഈ പ്ലസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇഫ് ദ ഐ ഡി ഓഫ് ടെക്സ്റ്റ് 1 ഇസ് നോട്ട് ഡിഫൈൻഡ് ആസ് എ റിസോഴ്സ് ഗോ അഹെഡ് ആൻഡ് ഡിഫൈൻ ഇറ്റ് വിത്ത് എ യുണീക്ക് നമ്പർ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഐ ഡി എന്താ ടെക്സ്റ്റ് 1 അല്ലേ, ടെക്സ്റ്റ് 1 ആണ് ഐ ഡി. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യുക ടെക്സ്റ്റ് 1 എന്നുള്ള ഐ ഡി ഉണ്ടോയെന്നാണ്. ഉണ്ടെങ്കിൽ അത് എടുക്കാം, ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഐ ഡി വിത്ത് ദ നെയിം ടെക്സ്റ്റ് 1. നമ്മളിത് ഈ ഒരു പോർഷൻ നമ്മൾ ഇനിയും പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. റിസോഴ്സ് റെഫറൻസ് സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഇത്രയും നോക്കാനുള്ളൂ. @ ദെൻ ഒരു ടൈപ്പ് നെയിം സ്ലാഷ് ഒരു ടൈപ്പ് സ്ലാഷ് നെയിം @id/text1. ഇതാണ് റിസോഴ്സ് റെഫറൻസ് സിൻടാക്സ്. നമ്മൾ എത്രയോ എക്സാമ്പിൾസ് കണ്ടു. @string/string name, @color/color name, @diamond/dimension name, അങ്ങനെ കുറേ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു കോളിംഗ് ആ സിൻടാക്സിന് പറയുന്ന പേരാണ് റിസോഴ്സ് റെഫറൻസ് സിൻടാക്സ് യൂസ്ഡ് ടു റെഫർ എ റിസോഴ്സ്. ഡിഫൈനിങ് ഓൺ റിസോഴ്സ് ഐ ഡി. നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്, ഡിഫൈനിങ് യുവർ ഓൺ റിസോഴ്സ് ഐ ഡി. So the general pattern for allocating an ID is either to create a new one or to use the one created by the Android package. അപ്പോൾ എല്ലാവരെയും യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ഐ ഡി വേണം. അപ്പം നമ്മളൊരു സ്ക്രീൻ ഉണ്ടാക്കി, ആ സ്ക്രീനിൽ കുറേ ടെക്സ്റ്റ് വ്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. നെയിം കൊടുക്കാനൊരു ടെക്സ്റ്റ് വ്യൂ, ഏജ് കൊടുക്കാനൊരു ടെക്സ്റ്റ് വ്യൂ, അങ്ങനെ കുറേ ടെക്സ്റ്റ് വ്യൂസ് ഉണ്ട്, കുറേ ബട്ടൺസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉള്ളതാണ് നമ്മളുടെ പേജ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ജാവ കോഡ് എടുക്കുമ്പോൾ നമുക്കത് പ്രോഗ്രാം ചെയ്യണ്ടേ. അപ്പോൾ ഓരോ ടെക്സ്റ്റ് വ്യൂവിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. ഓരോ കോളത്തിനെ നെയിം കൊടുക്കുന്ന സ്പേസിനെ, ഏജ് കൊടുക്കുന്ന സ്പേസിന് ഏജ് റിട്രീവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഓരോന്നിനും വാല്യൂസ് റിട്രീവ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ദർ ഷുഡ് ബി സം മെക്കാനിസം ടു യുണീക്ലി ഐഡൻറ്റിഫൈ ഈച്ച് ടെക്സ്റ്റ് വ്യൂ ഓർ ഈച്ച് വ്യൂസ്. സോ അങ്ങനെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെക്കാനിസമാണ് നമ്മുടെ ഐ ഡി. ഓരോ കമ്പോണൻറ്റിനും യുണീക്ക് ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പേജ് നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു 25 കമ്പോണൻസ് ഉണ്ടെങ്കിൽ വി നീഡ് 25 ഡിഫറെൻറ്റ് ഐ ഡീസ്. ഓക്കെ, ഐ ഡി ഷുഡ് ബി യുണീക്ക്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഐദർ ക്രിയേറ്റ് എ ന്യൂ ഐ ഡി ഓർ നമ്മൾ യൂസ് ചെയ്യുക ഓൾറെഡി ആൻഡ്രോയിഡ് പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. However, it is possible to create IDs beforehand and use them later in your own package. അതല്ലെങ്കിൽ പറ്റുന്ന ഒരു പണിയാണ് ഇപ്പോൾ ഈ പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മളുടെ പ്രോഗ്രാമിന് വേണ്ട IDs ഒക്കെ നമ്മൾ മുന്നേ അങ്ങ് ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചെടുത്ത് യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് നോൺ ആസ് ഡിഫൈനിങ് ഓൺ റിസോഴ്സ് IDs. ദ ലൈൻ. അപ്പോൾ ഈ ഒരു ലൈൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ ടെക്സ്റ്റ് വ്യൂ ആൻഡ്രോയിഡ് ID @+ID/text എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നത് ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് an ID named text is used if it already exists. അപ്പം നമ്മൾ ആദ്യം ടെക്സ്റ്റ് എന്നാണ് നമ്മളുടെ ഐ ഡി. ടെക്സ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് വ്യൂവിന് ടെക്സ്റ്റ് എന്നുള്ള ഐ ഡി ആണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ടെക്സ്റ്റ് ഇല്ല എന്നുണ്ടെന്ന് വെച്ചാലോ, അതിനാണ് ഈ പ്ലസ്. അതായത് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എൻ ഐ ഡി വിത്ത് ദിസ് നെയിം. ഓക്കെ, if the ID doesn't exist, a new one is created. If the ID is exist, then we use this ID, text ID use ചെയ്യും. ID ഇല്ല എന്നുണ്ടെങ്കിൽ we are going to create this ID. ഇതാണ് നോർമൽ മെത്തേഡ്. ഇനി നമ്മളിപ്പോൾ പറയുന്നത് എന്താ, ഓൾറെഡി നമ്മൾ ബിഫോർ ഹാൻഡ് വി ആർ ക്രിയേറ്റിംഗ് ദ ഐ ഡി ആൻഡ് ലേറ്റർ വി ആർ യൂസിങ് ഇൻ അവർ പാക്കേജ്. സോ പ്രീ ഡിഫൈനിങ് എൻ ഐ ഡി. റിസോഴ്സസിലാണ് പ്രീ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. റിസോഴ്സസ് ആണ് ടാഗ്. ദെൻ ഓരോ ഐ ഡിയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഐറ്റം എന്നാണ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഐറ്റം ടൈപ്പ്, ഐറ്റത്തിൻ്റെ ടൈപ്പ് എന്താണ്, ഐ ഡി, നെയിം ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഇങ്ങനെയാണ് ഞാനൊരു ഐ ഡി ഡിസൈൻ ചെയ്തത്. ഇപ്പോൾ റിസോഴ്സസിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നതും. റിസോഴ്സസ് ടാഗ് ഉണ്ട്, ഐറ്റം ടൈപ്പ് ഇസ് ഈക്വൽ ടു ഐ ഡി ആൻഡ് നെയിം ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഇപ്പോൾ ടെക്സ്റ്റ് എന്നുള്ള നെയിമുള്ള ഒരു ഐ ഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. റീയൂസിങ് എ പ്രീ ഡിഫൈൻഡ് ഐ ഡി. അപ്പോൾ എന്താ, ടെക്സ്റ്റ് വ്യൂ ആൻഡ്രോയിഡ് ID is equal to @ID/text. ഇപ്പോൾ തമ്മിൽ എന്താ വ്യത്യാസം, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ആ പ്ലസ് ഇല്ല, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇവിടെ പ്ലസ് കൊടുത്തുള്ളത് എന്താ, ടെക്സ്റ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം, അതിനാണ് ഈ പ്ലസ്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്തു, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചു, പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഐറ്റം ടൈപ്പ് ഇസ് ഈക്വൽ ടു ഐ ഡി, നെയിം ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി നമുക്കത് യൂസ് ചെയ്താൽ മാത്രം മതി.
അപ്പോൾ ഈ ഒരു പ്ലസിൻ്റെ ക്രിയേറ്ററിൻ്റെ ആവശ്യമില്ല, ക്രിയേഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആൻഡ്രോയിഡ് ID ഈസ് ഈക്വൽ ടു @ID/text. ഇത്രയാണ് ഡിഫൈനിങ് ഓൺ റിസോഴ്സ് IDസിൽ പറയാനുള്ളത്. എന്യൂമറേറ്റിംഗ് കീ ആൻഡ്രോയിഡ് റിസോഴ്സസ്. അപ്പോൾ ഒന്ന് വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഇത് ഒരുമിച്ച് ഒരു സെക്ഷനിൽ കൊള്ളിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നുമല്ല നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ആൻഡ്രോയിഡ് റിസോഴ്സസും, പഠിച്ചതും പഠിക്കാത്തതുമായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യാത്തതുമായിട്ടുള്ള റിസോഴ്സസിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. സോ റിസോഴ്സ് ടൈപ്പ് കളർ. കളറിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? റിസോഴ്സിൽ വാല്യൂസിൽ ഏതെങ്കിലും ഫയലായിട്ടായിരിക്കും കളർ ഉണ്ടായിരിക്കുക. അപ്പോൾ കളർ എന്തിനാ? റെപ്രസെൻറ്റ് കളർ ഐഡൻറ്റിഫയേഴ്സ് പോയിൻറ്റിംഗ് ടു കളർ കോഡ്സ്. These resource IDs are exposed in r.java as r.colorലാണ് ഉണ്ടാവുന്നത്, നമുക്കറിയാം അല്ലേ. ഇനി സ്ട്രിങ് എന്താ? ഒരു സിംഗിൾ സ്ട്രിങ് ആണെങ്കിൽ റിസോഴ്സിൽ വാല്യൂസിൽ എനി ഫയലായിട്ടുണ്ടായിരിക്കും. ഇറ്റ് റെപ്രസെൻറ്റ് എ സ്ട്രിങ് റിസോഴ്സ്. സ്ട്രിങ് റിസോഴ്സ് അലോ ജാവ ഫോർമാറ്റഡ് സ്ട്രിങ്സ് ആൻഡ് റോ HTML in addition to simple string. അതെവിടെയാണ് വരുന്നത്? r.stringലാണ്. നെക്സ്റ്റ് സ്ട്രിങ് അറേ. അതും റിസോഴ്സിൽ വാല്യൂസിൽ തന്നെ ഉണ്ടാവുന്നത് അറേ ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും. അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? r.arrayയിലാണ് ഉണ്ടാവുന്നത്. ഇനി പ്ലൂറൽ. റിസോഴ്സിലെ വാല്യൂസിൽ എനി ഫയൽ തന്നെയാണ് ഉണ്ടാവുന്നത്. റെപ്രസെൻറ്റ് എ സ്യൂട്ടബിൾ കളക്ഷൻ ഓഫ് സ്ട്രിങ്സ് ബേസ്ഡ് ഓൺ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി. ദേ ആർ ഓൾസോ നോൺ ആസ് ക്വാണ്ടിറ്റി സ്ട്രിങ്സ് അല്ലേ. സോ അത് വരുന്നത് എവിടെയാണ്? r.pluralലാണ്. ഡയമെൻഷൻ റെപ്രസെൻറ്റ്സ് സൈസസ് ഫോർ വാരിയസ് എലമെൻറ്റ്സ്. ഇറ്റ് സപ്പോർട്ട് പിക്സൽ, ഇഞ്ച്, മില്ലിമീറ്റർ, DP, SP, etc. So these are exposed in r.dimen. ഇമേജ് നമുക്ക് ഒരു ഫയലല്ല, മൾട്ടിപ്പിൾ ഫയൽസ് ആയിട്ടുണ്ടാവും. റിസോഴ്സിൽ വാല്യൂസിൽ തന്നെയാണ് മൾട്ടിപ്പിൾ ഫയൽസ് ഉണ്ടായിരിക്കും. ഇറ്റ് റെപ്രസെൻറ്റ് ഇമേജ് റിസോഴ്സസ്. സപ്പോർട്ടഡ് ഇമേജ് ടൈപ്സ് മീൻസ് JPG, GIF, PNG, etc. ദെൻ റിസോഴ്സ് IDs എന്ന് പറയുന്നത് ഏതാ? r.drawable വരുന്നത്. ഇനി ഇതുപോലെ തന്നെ ഇത് മൂന്നും നമുക്ക് ജനറലി ഒന്ന് നോക്കി വെച്ചാൽ മതി. കളർ ഡ്രോവബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അതായത് നമുക്ക് സ്ക്വയേഴ്സ് ഓഫ് കളേഴ്സ്, റെക്റ്റാങ്കിൾസ് ഓഫ് കളേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അത് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട്സ് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ അങ്ങനെയുള്ളൊരു കാറ്റഗറിയാണ് ഈ കളർ ഡ്രോവബിൾ എന്ന് പറയുന്നത്. റിസോഴ്സ് വാല്യൂസിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി ആർബിട്രറി XML ഫയൽസ്. നമുക്ക് എക്സ്റ്റേണൽ XML ഫയൽസും സ്റ്റോർ ചെയ്യാൻ പറ്റും, റിസോഴ്സസ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. ദെൻ അതിൽ നിന്ന് വാല്യൂസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും പറ്റും. ആൻഡ് ദീസ് റിസോഴ്സ് IDs വരുന്നത് r.xml എന്നുള്ള ഫയലിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ആർബിട്രറി റോ റിസോഴ്സസും ഇതുപോലെ സ്റ്റോർ ചെയ്യാം. ആർബിട്രറി നോൺ കമ്പൈൽഡ് ബൈനറി ഓർ ടെക്സ്റ്റ് ഫയൽസ് അണ്ടർ ദിസ് ഡയറക്ടറി. അപ്പോൾ അതിനെ വരുന്നത് റിസോഴ്സിൽ റോ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഇത് വരിക. റിസോഴ്സിൽ റോ, ഇതിവിടെ r.row ആണ് അതിൻ്റെ കാറ്റഗറി വരുന്നത്. ഇനി ആർബിട്രറി റോ അസെറ്റ്സ്. നമുക്ക് നെയ്മലി ഇത് യൂസ് ചെയ്യുന്ന ഈ അസെറ്റ്സിനെയൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് സബ് ഡയറക്ടറീസ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി യൂസ് ചെയ്യുന്നത്. സോ ഇത് അസെറ്റ്സ് എന്നുള്ള സബ് ഡയറക്ടറിയിലാണ് വരിക. ഓക്കെ. ഈ റിസോഴ്സിൽ തന്നെ വരുന്നവരെയൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ് ഡയറക്ടറീസ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് അസെറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എല്ലാ ആൻഡ്രോയിഡ് റിസോഴ്സസും ഇതുവരെ നോക്കിയാൽ ഇത്രയും ആൻഡ്രോയിഡ് റിസോഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ഇതിൻ്റെ കൺസെപ്റ്റ്സ് മാത്രം മനസ്സിലാക്കാൻ ഒരു 4 ആൻഡ്രോയിഡ് റിസോഴ്സ് കൂടി ഉണ്ട്. ഓക്കെ. ഇന്നത്തെ വീഡിയോ ലെങ്തി ആയിരുന്നു. വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് സം ആൻഡ്രോയിഡ് റിസോഴ്സസ് ലൈക്ക് ലേഔട്ട്, കളർ, ദെൻ ഡയമെൻഷൻ, പിന്നെന്താ പറഞ്ഞത്, അത്രയല്ല, ഇമേജ്. അപ്പോൾ ഇത്രയും റിസോഴ്സസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ റിസോഴ്സിൻ്റെ റെഫറൻസ് സിൻടാക്സ് പറഞ്ഞു. Then defining our own resource IDs. The last topic was just enumerating all the key Android resources. Okay, the resource part നമുക്ക് complete ആയി. Hope this concept is clear. Thank you for watching.